إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുസ്ലിമായൊരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അവാമിറുകൾ അഥവാ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇജ്തിനാബുൻ നവാഹി വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടും അള്ളാഹുവിന് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ്. അതിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് ഇജ്തനിബുസ് സബ്ഉൽ മൂബിഖാത്ത്, അതിഗുരുതരമായ വിനാശകാരികളായ 7 പാപങ്ങളെ നിങ്ങൾ വെടിയണമെന്നുള്ളത്. അതിലെ ഒന്നാമത്തെ പാപമായ ശിർക്കിനെ സംബന്ധിച്ചും രണ്ടാമത്തെ പാപമായ സിഹറിനെ സംബന്ധിച്ചും നമ്മൾ കഴിഞ്ഞ ഖുത്ബകളിലൂടെ മനസ്സിലാക്കി. മൂന്നാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് മുത്തഫഖുൻ അലൈഹിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വഖത്ലുൻ നഫ്സി അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ നൽകിയ ഒരു മനുഷ്യൻ്റെ ജീവൻ ഒരാൾ ഹനിക്കുകയെന്നുള്ളത്, കൊലപാതകം നടത്തുകയെന്നുള്ളത് വളരെയധികം ഗുരുതരമായ പാപമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റൊരാരാധ്യനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന് തൊട്ടുശേഷം ഈ കാര്യത്തെ ഉണർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സത്യവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഒരു നഫ്സിനെയും അവർ ഹനിക്കുകയില്ല എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നു. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയുമില്ല.
വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, അപ്രകാരം ആരെങ്കിലും ചെയ്യുന്ന പക്ഷം അതികഠിനമായ അത്യധികം ഗുരുതരമായ ശിക്ഷയാണ് അവനെ കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹു താക്കീത് നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൊലപാതകം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പാപമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ, അല്ലാഹുവിൻ്റെ റസൂലേ അവരോട് പറയുക, ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുകും വഇയ്യാഹും വലാ തഖറബുൽ ഫവാഹിഷ്. അല്ലാഹുവിൻ്റെ റസൂലേ, ജനങ്ങളോട് താങ്കൾ പറയണം, തആലൗ, നിങ്ങൾ വരുവിൻ, അത്ലു മാ ഹറമ അലൈക്കും റബ്ബുക്കും മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിലൊന്നാമത്തെ കാര്യം അല്ലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിൽ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. മാത്രമല്ല വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. വലാ തഖ്തുലൂ ഔലാദകും, നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത്. നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെയും നിങ്ങൾ കൊന്നുകളയരുത്. മുമ്പ് കാലങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ കൊന്നു കുഴിച്ചു മൂടുന്നൊരു സമ്പ്രദായം അവർക്കിടയിലുണ്ടായിരുന്നു. അവർക്കുണ്ടായത്, ജനിച്ചത് പെൺകുട്ടിയാണെന്നറിയുമ്പോൾ അപമാനഭാരത്താൽ അവരെ കൊന്നു കുഴിച്ചു മൂടുന്നൊരു സ്വഭാവം പിറന്നതിന് ശേഷമാണ് അവർക്കുണ്ടായിരുന്നതെങ്കിൽ, ഇന്നത്തെ വളരെയധികം വളർച്ച നേടിയ, അങ്ങേയറ്റം സാംസ്കാരികമായി ഉന്നതിയിലെത്തിയ സമൂഹമെന്ന് പറയുന്ന ആളുകൾ കുഞ്ഞുങ്ങൾക്ക് ജനിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് അംഗവൈകല്യങ്ങളുടെ പേരിൽ, അതുപോലെ തന്നെ ജനിക്കാനിരിക്കുന്നത് പെൺകുഞ്ഞാണ് എന്നതിൻ്റെ പേരിൽ ഗർഭാശയത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന കാര്യം ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗുരുതരമായ പാപമാണ്. കൊലപാതകത്തിന് തുല്യമായ, അള്ളാഹുവിൻ്റെ പക്കൽ സ്വർഗം നിഷിദ്ധമാക്കപ്പെടുകയും നരകത്തിൽ നിത്യമായി അവൻ്റെ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്യുന്നതായ ഗുരുതരമായ പാപമാണ് അത്തരത്തിൽ ചെയ്യുകയെന്നുള്ളത്. ഫി സ്വഹീഹൈനി അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ ഇപ്രകാരം പറയുകയുണ്ടായി, فإن دماءكم وأموالكم وأعراضكم عليكم حرام كحرمة يومكم هذا في بلدكم هذا في شهركم هذا. ഇന്നേ ദിവസത്തിൻ്റെ അഥവാ അറഫാ ദിവസത്തിൻ്റെ പവിത്രതയെപ്പോലെ, മക്കയുടെ പവിത്രതയെപ്പോലെ നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും പവിത്രമാണ്. ആ രക്തത്തെ ആരും ഹനിക്കുവാൻ പാടുള്ളതല്ല. ഈ മാസത്തിൻ്റെ അഥവാ ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രതയെപ്പോലെ, അറഫാ ദിവസത്തിൻ്റെ പവിത്രതയെപ്പോലെ, മക്കയുടെ പവിത്രതയെപ്പോലെ നിങ്ങളുടെ രക്തവും പവിത്രമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസതൽഖൗന റബ്ബക്കും ഫയസ്അലുക്കും അൻ അഅമാലിക്കും, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ചെയ്തികളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ നിങ്ങൾ കടന്നു പോകുമെന്ന് കരുതുന്നുണ്ടോ? നാളെ റബ്ബിൻ്റെ മുന്നിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചും റബ്ബ് നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഫലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദിൻ, അതുകൊണ്ട് എൻ്റെ കാലശേഷം പരസ്പരം കഴുത്തിന് വെട്ടുന്നവരായി സത്യനിഷേധികളെപ്പോലെ നിങ്ങൾ മാറരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, കൊലപാതകത്തെ മാത്രം സൂക്ഷിക്കണമെന്നല്ല, നിങ്ങളുടെ കയ്യിൽ മൂർച്ചയുള്ളതോ മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കാൻ സാധിക്കുന്നതോ ആയ ഒരു ആയുധമുണ്ടെങ്കിൽ പോലും ആ ആയുധം മറ്റൊരാൾക്ക് വല്ല അപായവും വരുത്തുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വഹീഹൈൻ عن النبي صلى الله عليه وسلم أنه قال لا يشير أحدكم على أخيه بالسلاح
فإنه لا يدري لعل الشيطان ينزع في يده فيقع في حفرة من النار. തൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ടെങ്കിൽ ആ ആയുധം കൊണ്ട് സ്വന്തം സഹോദരൻ്റെ നേരെ നിങ്ങൾ ചൂണ്ടുക പോലും ചെയ്യരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം നിങ്ങൾ ചൂണ്ടുന്ന പക്ഷം അപായത്തിൽ പൈശാചികമായി പിശാചിൻ്റെ പ്രേരണയാൽ അബദ്ധത്തിൽ വല്ലതും സംഭവിക്കുക വഴി തൻ്റെ സഹോദരന് വല്ല അപകടവും സംഭവിച്ചാൽ ഒരുപക്ഷെ നരകത്തിലെ നിത്യവാസികളിൽ ഹുഫ്റത്തിൻ മിൻ ഹുഫരിൻ നാർ, നരകത്തിലെ അഗാധ ഗർത്തങ്ങളിൽ ഒരു ഗർത്തത്തിലേക്ക് അതുവഴി അവൻ വീണു പോകുന്നതിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫീ സ്വഹീഹി മുസ്ലിം ഖാല النبي صلى الله عليه وسلم أن النبي صلى الله عليه وسلم قال أن السلاح تلعنه حتى وإن كان أخاه لأبيه وأمه. ഒരായുധം കൊണ്ട് മറ്റൊരാളുടെ നേരെ നീട്ടിയാൽ അതവനെ ശപിച്ചുകൊണ്ടിരിക്കും, അതവൻ്റെ നേർ സഹോദരനാണെങ്കിൽ പോലുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റവൽ ബുഖാരി റഹിമഹുല്ലാഹ് നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യതആത السيف മസ്ലൂലൻ. ഒരാളുടെ കയ്യിൽ ഒരു വാളുണ്ട് എങ്കിൽ മുമ്പ് കാലങ്ങളിൽ ആളുകൾ അവരുടെ സ്വയരക്ഷയ്ക്കായി ആയുധങ്ങൾ അവരുടെ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അവൻ്റെ ഉറയിൽ നിന്ന് വാള് ഊരരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപകടഘട്ടത്തിലല്ലാതെ മറ്റൊരാൾക്കൊരു അപായമുണ്ടാകാതിരിക്കാൻ തൻ്റെ വാള് ഉറയിൽ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുമ്പ് കാലങ്ങളിൽ വന്യജീവികളിൽ നിന്നും അതുപോലെ തന്നെ കൊള്ളക്കാരിൽ നിന്നുമൊക്കെ സ്വയരക്ഷയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ആയുധങ്ങൾ മറ്റൊരാളുടെ ദേഹത്ത് തട്ടാതെ അതവൻ സൂക്ഷിച്ചു പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇദാ മറ അഹദുകും ഫീ മസ്ജിദിനാ ഔ ഫീ സൂഖിനാ വമഅഹു നബ്ലുൻ. നിങ്ങൾ വേട്ടയ്ക്ക് വേണ്ടിയോ മറ്റോ ഉപയോഗിക്കുന്ന ഒരു കുന്തവുമായി നിങ്ങൾ ഞങ്ങളുടെ അങ്ങാടികളിലൂടെയോ അതുപോലെ തന്നെ പള്ളികളിലൂടെയോ ആളുകൾ ഒരുമിച്ച് കൂടുന്ന മറ്റേതെങ്കിലും സ്ഥലത്തു കൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. ഫൽയുംസിക് അലാ നിസാലിഹാ ബികഫിഹി. തൻ്റെ കൈ കൊണ്ട് അതിൻ്റെ കുന്തമുനയിൽ അവൻ പിടിച്ചിരിക്കണം, മറ്റൊരാളുടെ ദേഹത്ത് അതിൻ്റെ മുന തട്ടാതിരിക്കാനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുന്തം ഉറയിൽ സൂക്ഷിക്കാൻ സാധിക്കാത്ത പക്ഷം അതിൻ്റെ മുന കൈകൊണ്ട് തടുത്തെങ്കിലും മറ്റൊരാളുടെ ദേഹത്ത് തട്ടാൻ അനുവദിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അൻ യുസീബ അഹദൻ മിനൽ മുസ്ലിമീന മിൻഹാ ബിശൈ. തൻ്റെ സഹോദരങ്ങളുടെ മേൽ ആ കുന്തത്തിൻ്റെ മുനകൾ വല്ലതും സ്പർശിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്തേക്കാം, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഇത് പഠിപ്പിക്കപ്പെട്ടത് എങ്കിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസുകൾ, കൊലപാതകവുമായി ബന്ധപ്പെട്ടു വന്നതായ മറ്റ് ഹദീസുകൾ എത്ര ഗുരുതരമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഏതാനും തെളിവുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് ഇട്ടു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു الساعة حتى يكثر الهرج. قالوا يا رسول الله وما الهرج؟ قال أن يكثر القتل لا يدري القاتل فيما قتل ولا المقتول فيما قتل. അന്ത്യദിനത്തോട് അടുക്കുമ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ ചോദിച്ചു, ഈ ഹർജ് വർദ്ധിക്കുമെന്ന് പറഞ്ഞത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊലപാതകങ്ങൾ വർദ്ധിക്കും. കൊന്നവൻ എന്തിനു വേണ്ടി കൊന്നുവെന്നോ
കൊല്ലപ്പെട്ടവന് താൻ എന്തിനു വേണ്ടി കൊല്ലപ്പെട്ടുവെന്നോ അറിയാത്തൊരു കാലഘട്ടം വരും. അത്രമാത്രം കൊലപാതകങ്ങൾ ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കലും അത്തരത്തിലുള്ള കൊലപാതകികളുടെ ഇടയിൽ അവൻ്റെ പേര് ഇടം പിടിക്കാൻ പാടില്ല. അവിടെ ഇടം പിടിച്ചാൽ അവന് സ്വർഗത്തിലുള്ള അവൻ്റെ സ്ഥാനം നഷ്ടമാകുമെന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് അബദ്ധത്തിൽ പോലും മറ്റൊരാൾക്കൊരു അപകടം സംഭവിക്കരുത് എന്ന് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് വാഹനം ഓടിക്കുമ്പോൾ ആണെങ്കിൽ പോലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واشف مرضاهم وداوي جرحاهم وعاف مبتلاهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. آمين 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 برحمتك يا أرحم الراحمين. واقم الصلاة.